24 ചാനലില് ഇന്നാള് ഉണ്ടായിരുന്നു. എന്റെ എത്രയോ വീഡിയോ ഉണ്ട്. നമ്മൾ വ്യത്യസ്തമായ ഒരാളെയാണ് കാണാൻ വന്നിട്ടുള്ളത്. ഒരു കർഷകനാണ്. വ്യത്യസ്തമായ കർഷക രീതികളാണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടാലും. ഇതാണ് ആസാം വാള. ഇത് നമ്മള് തീറ്റ കൊടുത്ത് വളർത്തുന്ന ഒരു മത്സ്യമാണ്. വളർത്തി വെക്കുന്ന ചെറിയ മക്കളെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 8-10 മാസം പോലെ. കോഴിയുണ്ട്, ടർക്കി ഉണ്ട്. ഒന്ന് നല്ല എടുത്തു. 5-6 കൊല്ലായി ഉള്ളി ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി, വലിയ ഉള്ളി. ചെറിയ ഉള്ളി, ഇത് ചെറിയ ഉള്ളി അല്ലേ? ശരിക്കും പച്ചക്കറി എന്ന് പറയുന്ന സാധനം ഞാള് പുറത്ത് സാധനം വാങ്ങലില്ല. ഒരു കൊള്ളായത് വരാല നമ്മളെ കഴിച്ചില് എന്നെല്ലാം പറയുന്ന സാധനത്തിന്റെ ഇതാ കാബേജ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, താറാവ്, പച്ചക്കറി, മത്സ്യം സംയോജിതമായിട്ടുള്ള കൃഷി. ബീട്രൂട്ട്, നമ്മളെ ബജ്ജി മുളക്, കൊത്തവര. ഇതാണ് ക്യാരറ്റ് ആണ് ഇതില. ഇതിന്റെ രോഗം കുറയാൻ വേണ്ടിട്ട് ഓരോ 15 കവറിന് നമ്മള് ചെണ്ടുമല്ലിന്റെ ഓരോ കവർ വെക്കുന്നത്. മുള്ളങ്കി നല്ല ചെറിയൊരു ശൂരുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ല ഏത് വൈബ്. തമിഴ്നാട്ടിൽ നല്ല തക്കാളി വരേണ്ട ആവശ്യമില്ല. ഇതാ ഇവിടെ പപ്പാട്ടന്റെ കൃഷി നല്ല ഇനം വെണ്ട. ഇതൊക്കെ ഒന്നാമത്തെ കടുകത ആയതാ. 100% ജൈവ കൃഷിയാണ്. കുറ്റിപ്പയർ, പഞ്ചാബ് അല്ലട്ട ഇത്, കോഴിക്കോട് ആവള പപ്പാട്ടന്റെ ചോളം കൃഷിയാണിത്. നമ്മൾ പരമാവധി സ്ഥലം 1 സെന്റ് ഒഴിവാക്കില്ല. ചോളം, നടുക്ക് വെള്ളരി, ഈ സൈഡ് പയർ. പുതിയ ടെക്നോളജിയും കൂടി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോ കൃഷി. കണിവെള്ളരി ഇതൊരു വെറൈറ്റി കക്കിരിയായി. അത് കളറില്ലാത്ത കളർ. ഇത് ഇതായിന്റെ കളർ. ഇളവൻ കുമ്പളം ഇപ്പം നോക്കിയാൽ മത്തൻ, കോളിഫ്ലവർ. നല്ല ഇത് വയനാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു നെല്ലാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള നെല്ലാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം ചിലരൊക്കെ കൃഷി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഒരു കൃഷി മാത്രം ചെയ്യുന്ന രീതിയിലായിരുന്നു കൃഷിക്കാർക്ക് നഷ്ടം സംഭവിക്കല്. ഇത്രയും സംഭവം ഇവിടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കില്ല. ഞാൻ ഈ പത്മനാഭനെ പറ്റി വിചാരല്ലേ. സംസ്ഥാന അവാർഡ് 28 തരം പച്ചക്കറി ചെയ്ത്